ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി സമൂസയാണ്. വളരെ എളുപ്പത്തിൽ നല്ല രുചിയോട് കൂടി തന്നെ നമ്മളുടെ വീട്ടിൽ തന്നെ സമൂസ ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ സമൂസ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 സവാള ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സവാള ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഒന്ന് വഴറ്റിയെടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് വേവിച്ച് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കനാണിത്. അപ്പോൾ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചതാണിത്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ട് നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് ഗ്രീൻ പീസാണ്. അപ്പോൾ ഇത് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണിത്. അപ്പോൾ ആ അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും അതുപോലെ ഗ്രീൻ പീസും ഞാൻ വഴറ്റിയെടുത്തിട്ടുള്ള സവാളയിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇത് എന്ന് പറഞ്ഞത് പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ ഇതുപോലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ വേവിച്ച് വെച്ച് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിരുന്നു. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് ഞാനൊരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞു ഇതിലേക്ക്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ആ ബോൺലെസ് ചിക്കൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മൾ സവാള, അതുപോലെ ക്യാരറ്റ്, അതുപോലെ ഗ്രീൻ പീസ്, ചിക്കൻ എന്നിവ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വേണ്ടത് കുറച്ച് മല്ലിയിലയും അതുപോലെ കറിവേപ്പിലയും കൂടെയാണ്. അപ്പോൾ മല്ലിയില അതുപോലെ കറിവേപ്പിലയും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മതി. അപ്പോൾ നമ്മുടെ സമൂസയുടെ ഫില്ലിംഗ് റെഡി ആയി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വേണ്ടത് സമൂസയുടെ ലീഫാണ്. അപ്പോൾ ഇത് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടുന്ന സമൂസ ലീഫാണ്. അപ്പോൾ ഈ സമൂസ എങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ലീഫ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ അറ്റം ഇതുപോലെ മടക്കുക. എന്നിട്ട് ഒരു കോണാക്കി എടുക്കണം. ഒരു കോണാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഫില്ലിംഗ് നിറച്ചു കൊടുക്കാം. ഫില്ലിംഗ് നിറച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഇതുപോലെ മടക്കി കൊടുക്കാം. എന്നിട്ട് തിരിച്ചു പിടിക്കാം. തിരിച്ചു പിടിച്ചതിന് ശേഷം ഇതുപോലെ മൈദപ്പശ കൊണ്ട് ഇതിൻ്റെ ആ ലാസ്റ്റ് എൻഡ് നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ബാക്കി വരുന്ന എൻഡെല്ലാം ഇതുപോലെ പശ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ മൈദപ്പശ ഉണ്ടാക്കുന്നത് മൈദയും അതുപോലെ വെള്ളവും മിക്സ് ചെയ്തിട്ടാണ്. എങ്ങനെ ഫില്ല് ചെയ്യുന്നത് ഒന്നുകൂടെ കാണിക്കാം. അപ്പോൾ ഒരു ലീഫ് എടുത്തു. എന്നിട്ട് അതിൻ്റെ ഒരു എൻഡ് എടുത്തു. ആദ്യം അതിൻ്റെ ഒരു എൻഡ് എടുത്ത് ഇതുപോലെ മടക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു കോണാക്കി എടുക്കുക. കോണാക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഫില്ലിംഗ് നിറക്കാം. ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലെ ബാക്കിയുള്ള എൻഡ് കൂടെ മടക്കി കൊടുക്കാം. എന്നിട്ട് തിരിച്ചു പിടിക്കാം. എന്നിട്ട് ലാസ്റ്റ് വരുന്ന എൻഡ് ഇതുപോലെ മൈദപ്പശ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളത് കൂടെ നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ അതുപോലെ സമൂസ എല്ലാം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് ഫ്രൈ ചെയ്യുകയാണ്. ഒരു ഫ്രൈങ് പാനിൽ ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം നമുക്കൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓയിലൊക്കെ പെട്ടെന്ന് അബ്സോർബ് ആവും. അപ്പോൾ നമ്മുടെ സമൂസ റെഡിയായി കഴിഞ്ഞു.
അപ്പോൾ സമൂസ ഇനി വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒന്ന് കാണിച്ചത് ചിക്കൻ സമൂസയാണ്. ഇതുപോലെ വെജിറ്റബിൾ സമൂസയും ഉണ്ടാക്കാം. ചിക്കൻ ആഡ് ചെയ്യാതെ വെജിറ്റബിൾസ് മാത്രം ആഡ് ചെയ്താൽ മതി. ചിക്കൻ സമൂസ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.